Friends, welcome to Commerce Bites. I hope you people are all doing well. ഇന്ന് ഡേറ്റ് 28 ജൂലൈ. നമ്മളുടെ എക്സാമിന് ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് August 14, 2021 ആണ്. പിന്നെ തമ്പനെയിൽ കണ്ട പോലെ നമുക്ക് ഡെയിലി ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മൾ April 21 തുടങ്ങി ഡെയിലി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും കേരള സെറ്റിന് വേണ്ടിയിട്ട്. പേപ്പർ 1 വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ പേപ്പർ 2 നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഡെയിലി ബേസിസിലല്ലെങ്കിൽ കൂടി ഞാൻ വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഓൾമോസ്റ്റ് ഒരു 200 വീഡിയോസ് കവർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും റെലവൻ്റ് ആയിട്ടും എനിക്ക് തോന്നിയ വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ യുവർ ഈസി ആക്സസ്. ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിട്ട് അത് 2020, 2019, 2018, 2017, ഇപ്പോൾ നമ്മൾ ഓൺഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് 2016 സീരീസാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീരീസ് എന്ന് പറയുന്നത് റിസർച്ച് സീരീസും ഹയർ എഡ്യൂക്കേഷൻ സീരീസും അതുപോലെ തന്നെ ഡെയിലി ടോപ്പ് മിനി സീരീസ് നമ്മളുടെ വൺ ഓഫ് ദ സ്റ്റാർ സീരീസായിട്ട് നമുക്ക് പറയാം ഡെയിലി ടോപ്പ് മിനി സീരീസ്. കാരണം കുട്ടികൾക്ക് അത്ര നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു സീരീസാണ് ഡെയിലി ടോപ്പ് മിനി സീരീസ്. കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കുറച്ച് ടിപ്സും ട്രിക്സും ഓരോ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് സീരീസായിട്ട് മാറിയിരിക്കുകയാണ് ഡെയിലി ടോപ്പ് മിനി സീരീസ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു ഡെയിലി ടോപ്പ് മിനി സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ലുക്ക് ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ ഫോർ യുവർ എക്സാം കേരള സെറ്റ് 2021. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വറീസ് ഉണ്ട്, ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യത്തിൽ സജഷൻ പറയാനുണ്ടെങ്കിൽ നമ്മളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്മളുടെ ഇമെയിൽ ID വരുന്നത് commercebites24@gmail.com. ഞാൻ ഈ ഒരു മെയിൽ അഡ്രസ്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. സോ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. ആൻഡ് എന്നോട് കുറച്ചധികം കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു, മാം ഞങ്ങൾക്ക് ഇതുവരെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. നോ വറീസ്, നമ്മളുടെ എക്സാം August 14 അപ്പോൾ വിതിൻ ഒരു August 1 ആകുമ്പോഴേക്കും നമ്മൾ ഹോൾ ടിക്കറ്റ് കിട്ടും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ഓക്കെ, സോ നോ വറീസ്, കോൺസെൻട്രേറ്റ് ഇൻ യുവർ എക്സാം ആൻഡ് കോൺസെൻട്രേറ്റ് ഇൻ യുവർ സ്റ്റഡീസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് 2016 ജൂൺ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഇന്ന് പോകുന്നത് പാർട്ട് 3ലേക്കാണ്. Today also we are having 6 questions a bunch. So without much delay, let's move to our session. Question number 1. According to Advaita Vedananda, most important pramana is. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രമാണാസിനെ പറ്റി. കാരണം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ട് കണ്ട ഒരു സെക്ഷനാണ് പ്രമാണാസ്. കാരണം നമ്മളുടെ ഇന്ത്യൻ നെറ്റിൻ്റെ എക്സാമിനും ഇപ്പോൾ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ പ്രമാണാസിൻ്റെ സെക്ഷൻ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചാൻസ് ഓഫ് റിസ്ക് എടുക്കേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന, എന്നാൽ കുറേ ചവറ് പോലെ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫൈൻഡ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. 6 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അതിനെപ്പറ്റി ജസ്റ്റ് ഒരു കുട്ടി ബ്രീഫിംഗ് ഞാൻ എല്ലാത്തിനും തന്നിട്ടുണ്ട്. സോ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. സോ ഡു നോട്ട് മിസ് ഔട്ട് ദാറ്റ് വീഡിയോ. ബിക്കോസ് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മസ്റ്റായിട്ട് ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യാം. കാരണം പ്രമാണാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഇമ്പോർട്ടൻസോടുകൂടി തന്നെ പഠിക്കാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ വീഡിയോ കാണാൻ ടൈമില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് ഈ പ്രമാണാസ് 6 ടൈപ്സ് ഉണ്ട് എന്നുള്ളത് ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പ്രമാണാസിൽ നിന്ന് തന്നെയാണ് എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, സോ അതിലൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത്. അദ്വൈത വേദാനന്ദ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രമാണ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ A ഇൻസൈറ്റ്, ഓപ്ഷൻ B സ്ക്രിപ്ചേഴ്സ്, ഓപ്ഷൻ C ഇൻഫറൻസസ് ആൻഡ് ഓപ്ഷൻ D പ്രയർസ്. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ B, that is scriptures.
ഇനി ഇവിടെ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്ന ഇൻസൈറ്റ് ഇല്ലേ, അത് ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് അറിയോ? പ്രത്യക്ഷ എന്ന പ്രമാണാസിൽ വരുന്നതാണ് ഇൻസൈറ്റ്. അതുപോലെ തന്നെ ഇൻഫറൻസ് ഇല്ലേ, ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഫറൻസസ്, അത് അനുമാന എന്നുള്ള ഒരു പ്രമാണയിലേക്കാണ് വരുന്നത്. ആൻഡ് പ്രേയേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അദ്വൈത വേദാനന്ദ എന്നുള്ളതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രമാണ എന്ന് പറയുന്നത് സ്ക്രിപ്റ്റേഴ്സാണ്. ഇൻസൈറ്റ് എന്നുള്ളത് പ്രത്യക്ഷയും അതുപോലെ തന്നെ ഇൻഫറൻസസ് എന്ന് പറയുന്നത് അനുമാന പ്രമാണ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങളോട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്രമാണാസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്, അതുകൊണ്ട് മിസ് ഔട്ട് ചെയ്യാതെ മസ്റ്റായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ലീസ്റ്റ് ഇൻഫ്ലുവൻസ് പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ? വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആട്ടോ. സോ ഐ തിങ്ക് എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരിട്ട് ഞാൻ ആൻസറിലേക്ക് പോകുന്നു. ഓപ്ഷൻ എ കൾച്ചർ, ഓപ്ഷൻ ബി സോഷ്യൽ സിസ്റ്റം, ഓപ്ഷൻ സി പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ഓപ്ഷൻ ഡി കോർപ്പറേറ്റ് കൾച്ചർ. നമ്മളുടെ ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും ലീസ്റ്റായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ്, അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ലീസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് കൾച്ചർ. കോർപ്പറേറ്റ് കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബിസിനസ് കൾച്ചർ എന്നുള്ള രീതിയാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷനിൽ കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എഡ്യൂക്കേഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 കാര്യങ്ങളാണ് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൾച്ചറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, അതുപോലെ തന്നെ സോഷ്യൽ സിസ്റ്റം, പിന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം ഓക്കെ എന്നുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷേ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലീസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി കോർപ്പറേറ്റ് കൾച്ചർ ആൻസർ ലോക്ക് ചെയ്തത്, കാരണം അതൊരു ബിസിനസ് റിലേറ്റഡ് ടേമാണ്. ഓക്കെ, so I hope that question is all clear to you. Now let's jump into question number 3. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ NTA നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ഇതിന് മുന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. NTA നെറ്റിൻ്റെ എക്സാമിനേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ടൈപ്പാണിത്, അസേർഷനും റീസണിങ്ങും. അസേർഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അവർ തരുന്നത്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ് റീസണിങ്. ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരും, അതിനെ അസേർഷൻ എന്ന് പറയും. എന്നിട്ട് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന ഒരു റീസണാണ് അവർ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ തരുന്നത്. സോ ഓപ്ഷൻസ് വരുന്നത് എങ്ങനെയായിരിക്കും? ബോത്ത് അസേർഷൻ ആൻഡ് റീസണിങ് വിൽ ബി കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറയുന്നത് അസേർഷൻ. ഇനി ഓപ്ഷൻ ബി വരുന്നത് both A and R are correct and R is not the correct explanation of A. പിന്നെ വരുമ്പോൾ ഓപ്ഷൻ സിയിൽ വരുന്നത് അസേർഷൻ ഇസ് കറക്റ്റ് ബട്ട് റീസൺ ഇസ് റോങ്. അതുപോലെ തന്നെ ഫോർത്ത് ഓപ്ഷൻ വരുമ്പോൾ ഉൾട്ട, അസേർഷൻ ഇസ് റോങ് ആൻഡ് റീസണിങ് ഇസ് കറക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷനെ ബേസ് ചെയ്താണ്. എൻ്റെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പഠിപ്പിച്ച് തന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അഹെഡ് ടു ദ ക്വസ്റ്റ്യൻ. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ ഇസ് പേഴ്സൺ സെൻറ്റേർഡ് ആൻഡ് റീസൺ പറയുന്നത് ലേണിംഗ് ഹൗ ടു ലേൺ ഇസ് ദ എയിം ഓഫ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ ഒരു പേഴ്സണൽ സെൻറ്റേർഡ് ഒരു എഡ്യൂക്കേഷനാണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നതെങ്കിൽ റീസൺ പറയുന്നത് അവിടെ അവർ ഉദ്ദേശിക്കുന്നതിൻ്റെ ആ ഒരു ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ട് എയിം അവർ കണക്കാക്കുന്നത് ലേണിംഗ് ഹൗ ടു ലേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യെസ്, ദീസ് 2 statements are absolutely correct and we can say that option A will be the correct answer. Both A and R is correct and R is the correct explanation of A. Understood? സോ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു 2 or 3 സെൻറ്റൻസിലൊന്ന് വേഗം പറഞ്ഞു പോകാം. ഹ്യൂമനിസ്റ്റിക് ടീച്ചേഴ്സ് ബിലീവ് ദാറ്റ് സ്റ്റുഡൻസ് വിൽ ബി മോട്ടിവേറ്റഡ് ടു ലേൺ എ സബ്ജക്റ്റ് ഇഫ് സംതിങ് ദേ നീഡ് ആൻഡ് വോണ്ട് ടു നോ. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളത്. സോ the goal of education should be to foster the students' desire to learn and teach them how to learn. കുട്ടികളെ ആ ഒരു ഡിസയറിലേക്ക് നമ്മൾ എത്തിക്കണം, പഠിക്കാനുള്ള ആ ഒരു താല്പര്യത്തിലേക്ക് ആസ് എ ടീച്ചർ നമ്മൾ എത്തിക്കണം. ആൻഡ് ടീച്ച് ദം ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്നുള്ളതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം.
Students should be self-motivated in their studies and desire to learn on their own. അവർ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം, അല്ലാതെ ഇരുന്ന് പഠിക്കടാ എന്ന് പറഞ്ഞ് പഠിപ്പിക്കണത് ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് തന്നെ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് ആസ് എ ടീച്ചർ നമ്മളുടെ ആവശ്യം. ഓക്കെ, ഇതിൽ മാത്രമല്ലേ അവരുടെ ഫ്യൂച്ചറിൽ നല്ല നിലയിലെത്താൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് സെൽഫ് മോട്ടിവേറ്റഡ് ആണ് ഒരു സ്റ്റുഡൻറ്റിന് നമ്മൾ കൊടുക്കേണ്ട ഒരു സെൽഫ് മോട്ടിവേഷനാണ് നമ്മൾക്ക് ആ ഒരു ലേണിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കുട്ടികൾ തിരിയുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഗെയിൻ പറയുന്നു, പ്രമാണാസിൻ്റെ സെക്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ടേക്ക് മൈ വേർഡ്. Okay, moving to the next question. More knowledgeable other is related to which of the following educational scholars? എൻ്റെ എല്ലാ സ്റ്റുഡൻസിനും നല്ല രീതിയിൽ തന്നെ അറിയണ്ടാവും, കാരണം നമ്മളിത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ് അല്ലേ. ലെവ് വൈഗോട്സ്കിയുടെ ഒരു ടേമിൽ വരുന്നതാണ്, ലെവ് വൈഗോട്സ്കിയുടെ ഒരു സെക്ഷനിൽ വരുന്നതാണ് മോർ നോളജബിൾ പേഴ്സൺ. അതായത് അവിടെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് നോളജേ അറിയണ്ടാവുള്ളൂ. സോ കുട്ടികൾ അഡൽട്ട്സിൻ്റെ അടുത്ത്, അഡൽട്ട്സ് എന്ന് പറയുമ്പോൾ മോർ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്നുള്ള ആ ഒരു മീനിങ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കും. ഏത് സ്കോളറാണ്, ഏത് എഡ്യൂക്കേഷൻ സ്കോളറാണ് അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്? യെസ്, ദാറ്റ് ഇസ് ലെവ് വൈഗോട്സ്കി. അദ്ദേഹമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് കുട്ടികളെ അഡൽട്ട്സ്, അതായത് മോർ നോളജബിൾ ആയിട്ടുള്ള പേഴ്സൺസ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് കുട്ടികൾ കൂടുതൽ പഠിക്കുന്നത് എന്നുള്ള ആസ്പെക്ട്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അദ്ദേഹത്തിൻ്റെ തിയറിയിലാണ് സോഷ്യോ കൾച്ചറൽ തിയറി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് മെയിനായിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൽ വരുന്നതാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ മോർ നോളജബിൾ പേഴ്സൺ, കൾച്ചർ, സോഷ്യൽ ഇൻട്രാക്ഷൻ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് ലെവ് വൈഗോട്സ്കിയുടെ തിയറിയിലാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. So now let's move to the next question. Moving to the next question, according to Gordon Allport, പേഴ്സണാലിറ്റിനെ കുറിച്ച് ഗോൾഡൻ ആൽപോർട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇൻസൈഡ് ദ പേഴ്സൺ ഓഫ് സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ദറ്റ് ക്രിയേറ്റ്സ് പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക്സ് പാറ്റേൺ ഓഫ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതുപോലെ തന്നെയാണ് ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ അതൊരു പേഴ്സണാലിറ്റി ഒരു ഡൈനാമിക് ഓർഗനൈസേഷനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഒറിജിനേറ്റ്സ് ഫ്രം കൾച്ചറൽ സോഴ്സസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ബാലൻസ് പോർഷൻ ആസ് സെയിം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ദറ്റ് ക്രിയേറ്റ്സ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. സോ ഇവിടെ ആകെ വരുന്നൊരു ചേഞ്ച്, മറ്റത് ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള കാര്യം. ഇനി ഇവിടെ വന്നപ്പോഴോ ഓപ്ഷൻ ബിയിൽ വന്നപ്പോൾ അതൊരു കൾച്ചറൽ സോഴ്സായിട്ട് മാറി. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. നെക്സ്റ്റ് പോയിന്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പേഴ്സണാലിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽ സൈക്കോഫിസിക്കൽ സിസ്റ്റം, പിന്നെ ബാലൻസ് എല്ലാം സെയിം, ദറ്റ് ക്രിയേറ്റ്സ് ദ പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക്സ്, ദ പാറ്റേൺ ഓഫ് ദ ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ എന്താ? പേഴ്സണാലിറ്റി ഈസ് എ സം ടോട്ടൽ ഓഫ് എക്സ്പീരിയൻസസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സോ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പോയി മാർക്ക് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ ഏതാണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അവർ നോക്കുമ്പോൾ ഓപ്ഷൻ എ, ബി, സി എന്നുള്ളത് കുറച്ച് വലിപ്പമുള്ള, കാണാൻ നല്ല സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസാണ്. സോ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. സോ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി പോയിട്ട് ഓപ്ഷൻ ഡി സെലക്ട് ചെയ്യും. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗോർഡൻ ആൽപോർട്ട് ഇറ്റ് ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇൻസൈഡ് എ പേഴ്സൺ. നമ്മൾ ആസ് എ പേഴ്സൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഡൈനാമിക് ഓർഗനൈസേഷനാണ് പേഴ്സണാലിറ്റി. ഓക്കെ, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 200 അല്ലെങ്കിൽ 250 സ്റ്റുഡൻസിൽ ആ കുട്ടികൾ എല്ലാവരും ഡിഫറെൻ്റ് ആണ്, യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ആയിരിക്കും. ചിലവർ ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിരിക്കും, ചിലവർ വളരെ സില്ലി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് പേര് കുറച്ച് അഡമൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, കുറച്ച് പേര് ഭയങ്കര ചൂടൻ അല്ലെങ്കിൽ ചൂടത്തി ടൈപ്പ് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തൊട്ടാവാടികളുണ്ടാവും, ഇങ്ങനെ പെട്ടെന്ന് തന്നെ കരയും, എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് വിഷമം വരും, അങ്ങനെയുള്ള പേഴ്സൺസും ഉണ്ടാവും. സോ ദാറ്റ്സ് എ പാർട്ട്.
നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഓർഗനൈസേഷനാണ്. ചിലപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ക്വാളിറ്റീസ് എന്നോ ക്യാരക്ടറിസ്റ്റിക്സ് എന്നോ എന്തും പറയാം, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ ഉള്ളൊരു മിക്സ്ചർ ആയിരിക്കും നമ്മൾ. സോ ഗോർഡൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നാണ് നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം, പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ ഇൻസൈഡ് ദ പേഴ്സൺ ഓഫ് എ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ്സ് പേഴ്സൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് the pattern of the behavior, thoughts and feelings. Okay, now let's move to the last question of this series. Article 21A of Constitution of India related to, എന്നോട് കുറച്ചധികമായി സ്റ്റുഡൻസ് ചോദിക്കുന്നു, മാം ഞങ്ങൾക്ക് കുറച്ച് ആർട്ടിക്കൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ക്ലാസ് എടുത്ത് തരൂ എന്നുള്ളത്. ഞാനത് ഫോക്കസ് ചെയ്യാത്തത് അത് അത്ര വൈഡായിട്ടുള്ളൊരു പോർഷൻ കൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. നിങ്ങൾ ഏറ്റവും നല്ലത് PSC പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസുകളില്ലേ, അല്ലെങ്കിൽ അവർ PSCക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് യൂട്യൂബ് ചാനലുകൾ, അത് അത്യാവശ്യം കേട്ടിട്ടുള്ള നല്ല നല്ല യൂട്യൂബ് ചാനലുകൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ടുള്ള ഈ ആർട്ടിക്കിൾസും അതും നിങ്ങൾക്ക് ഞാനൊരു ഹിൻറ്റ് പറഞ്ഞു തരാം. കുട്ടികളെ സംബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. PSCക്കാർ ഓൾ ത്രൂ ദ വേൾഡ് എന്നുള്ള രീതി ഒരു ഓൾ ടോട്ടൽ റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓപ്ഷൻസിൽ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസിൽ നോക്കി, ചൈൽഡ് ലേബർ, എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പേഴ്സണാലിറ്റി വിത്ത് ഡിസേബിലിറ്റി അല്ലെങ്കിൽ ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളതിനെയാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ എഡ്യൂക്കേഷനെ പറ്റിയാണ് പഠിക്കുന്നത് കൊണ്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ കുട്ടി എന്നുള്ള രണ്ട് കോൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട്സും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പഠിക്കാം. ഇറ്റ്സ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, സോ ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റഡ് ടു റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനിലാണ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ആർട്ടിക്കിളിലാണ് ഏറ്റവും കൂടുതൽ കുറച്ച് ഒരു ഇമ്പോർട്ടൻസോട് കൂടി നിൽക്കുന്നത്. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 21A ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇറ്റ് പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ സച്ച് എ മാനർ ആസ് ദ സ്റ്റേറ്റ് മേ ബി ബൈ ലോ ഡിറ്റർമൈൻ. 86th അമെൻമെൻറ്റിലാണ് ഈ ഒരു ആക്ട് അമെൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് 86th അമെൻമെൻറ്റ് എന്നുള്ള ആ ഒരു പോയിൻറ്റും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ദ ചിൽഡ്രൻ ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് കൂടിയാണെന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഓപ്ഷൻ A, അതായത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ എന്നുള്ളൊരു പോയിൻ്റ് നോക്കാം. ഈ ഒരു ആക്ട് വന്നിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 1986 ആണ്. ചൈൽഡ് ലേബറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആക്ട് തന്നെയാണിത്, പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ഇതിൻ്റെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇറാഡിക്കേറ്റ് എനി കൈൻഡ് ഓഫ് ചൈൽഡ് അബ്യൂസ് ഇൻ ദ ഫോം ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഹിബിറ്റ് the engagement of children in any kind of hazardous employment who have not completed 14 years of age. So it is crystal clear. അതായത് 14 വയസ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികളെ കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ചെയ്യിപ്പിക്കുകയോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യിപ്പിക്കുകയോ ഇല്ലെങ്കിൽ ഒരു ഹസാർഡിയസ് ആയിട്ടുള്ള കുറച്ച് റിസ്കി ഫാക്ടറിൽ എലിമെൻ്റ് ഉള്ള കുറച്ച് എംപ്ലോയ്മെൻറ്റ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ലേബറാണ് ചൈൽഡ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയുള്ള കാറ്റഗറീസാണ് ചൈൽഡ് ലേബറിൻ്റെ കീഴിൽ വരുന്നത്. ആൻഡ് ദ ആക്ട് പ്രൊഹിബിറ്റ്സ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ സർട്ടൺ ഒക്യുപ്പേഷൻ ആൻഡ് പ്രോസസ്. ഈ ആക്റ്റിൽ, ഈ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്റ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ജോബുകളാണ് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരു പ്രൊഹിബിഷൻ ആവുന്നത്, അതൊരു ആക്ട് എഗൻസ്റ്റ് ആയിട്ട് മാറുന്നത് എന്നുള്ളത്. സോ ഇതെല്ലാം ഒന്ന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് എലിമിനേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് ലേബർ ആക്ട് പുറപ്പെടുവിച്ചത്. അതിൻ്റെ ഇയർ മറന്നു പോരുത്. ചിലപ്പോൾ ഇപ്രാവശ്യം ഇയർ വെച്ച് നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. സോ ബി റെഡി ഫോർ ദാറ്റ്. 1986 ആണ് നമ്മളുടെ ഇയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയുന്നത്
ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് പേഴ്സണാലിറ്റി വിത്ത് ഡിസേബിലിറ്റി ആക്ട്, അതിനെ PWD ആക്ട് എന്നും പറയാറുണ്ട്. ദ ബിൽ പ്രൊവൈഡ്സ് ഫോർ ദ ആക്സസ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് കുട്ടികളിൽ ചിലവർക്ക് കുറച്ച് ഡിസേബിലിറ്റീസ് ഉള്ള, കൈയില്ല, കാലില്ല, അല്ലെങ്കിൽ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്, കൈ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് ഡിസേബിലിറ്റീസ് ഉള്ള കുട്ടികളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഡിസേബിൾഡ് പേഴ്സൺ വിതൗട്ട് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ബിൽഡിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ പേഴ്സണാലിറ്റി വിത്ത് ഡിസേബിലിറ്റി ആക്ട്. ഈ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു ബില്ല് പാസ് ചെയ്തത് 2016 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആക്ട് റീപ്ലേസ് ചെയ്തതാണ്. ഇതിന് മുന്നുണ്ടായിരുന്ന ആക്ടിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1995 സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് എന്ന ബില്ല് പാസ് ചെയ്തിരിക്കുന്നത് 2016 സോ കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ആൻഡ് മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, ചൈൽഡ് റൈറ്റ്സ്. ചൈൽഡ് റൈറ്റ് എന്ന് പറയുന്നത് അതൊരു കമ്മീഷനാണ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ദ ചൈൽഡ് റൈറ്റ്സ് ആക്ട് 2005 ഈ ഒരു ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ആൻഡ് ദർ ഇസ് ഹാവിങ് 12 റൈറ്റ്സ് ഓഫ് എ ചൈൽഡ്. 12 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗൂഗിൾ ഇറ്റ് ആൻഡ് സെർച്ച് വിച്ച് ആർ ദ 12 റൈറ്റ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോക്കസ് കൊടുക്കാത്തത്. ജസ്റ്റ് നോട്ട് ഡൗൺ, ചൈൽഡ് റൈറ്റ്സിൻ്റെ ആക്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് 2005 എന്നുള്ളത്. So that's all. With this note, we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.